ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു സാധനയെക്കുറിച്ചാണ്. അത് വളരെ ലളിതമായതുകൊണ്ട് നിങ്ങൾ അതിനെ അവഗണിക്കുന്നു. അത് നേരിട്ട് അനുഭവവേദ്യമായ ഒന്നായതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഓടിപ്പോകുന്നു. പുരാതന യോഗികൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അത്രത്തോളം ശക്തമായ ഒന്നാണ് ഈ സാധന. ആ സാധനയാണ് ത്രാടക. ത്രാടക എന്നാൽ ഒന്നിനെ തന്നെ നോക്കിയിരിക്കുക എന്നാണ് അർത്ഥം. കണ്ണിമ ചിമ്മാതെ ഒരേയൊരു ബിന്ദുവിലേക്ക് നോക്കിയിരിക്കുക. എന്നാൽ ഇത് വെറുമൊരു നോട്ടമല്ല. ഈ നോട്ടത്തിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. കണ്ണുകളിലൂടെ ആത്മാവിലേക്ക് എത്താനുള്ള വഴിയാണിത്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ബോധത്തിന്റെ ജനാലകളാണ്. നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ബോധം പുറത്തേക്കൊഴുകുന്നു. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ബോധം ഉള്ളിലേക്ക് തിരിയുന്നു. ത്രാടക ചെയ്യുന്നത് ഇതാണ്. അത് നിങ്ങളുടെ ബോധം പുറത്തേക്ക് ഒഴുകുന്നത് തടയുന്നു. ഇത് നിങ്ങളുടെ ബോധത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ബോധം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് അതീവ ശക്തമാകുന്നു. സൂര്യരശ്മികൾ ചിതറിക്കിടക്കുമ്പോൾ അത് വെറും ചൂട് മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ ഒരു ലെൻസിലൂടെ അതിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാൽ അതിന് തീയുണ്ടാക്കാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ബോധം 1000 ദിശകളിലേക്ക് ചിതറിയോടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ത്രാടകത്തിലൂടെ ഇതിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ അത് ജ്വാലയായി മാറുന്നു. ഈ ജ്വാല നിങ്ങളുടെ ചിന്തകളെയും സംസ്കാരങ്ങളെയും അഹങ്കാരത്തെയുമെല്ലാം ദഹിപ്പിക്കുന്നു. ബാക്കിയാകുന്നത് ശുദ്ധമായ ബോധവും സാക്ഷിഭാവവും മാത്രമാണ്. ഇനി നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ത്രാടക ചെയ്യേണ്ടത്? എന്തിനെയാണ് നോക്കേണ്ടത്? എത്ര നേരം നോക്കണം? ക്ഷമയോടെ ഇരിക്കൂ, ഞാൻ എല്ലാം വിശദമായി പറഞ്ഞുതരാം. ആദ്യം മനസ്സിലാക്കുക, ത്രാടക 2 തരത്തിലുണ്ട്: ബാഹ്യത്രാടകവും ആന്തരിക ത്രാടകവും. ബാഹ്യത്രാടകത്തിൽ നിങ്ങൾ പുറമേയുള്ള ഒരു വസ്തുവിനെ നോക്കുന്നു. മെഴുകുതിരി നാളം, കറുത്ത ബിന്ദു, ഓം ചിഹ്നം, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന്റെ വിഗ്രഹം. ആന്തരിക ത്രാടകത്തിൽ നിങ്ങൾ കണ്ണുകളടച്ച് പുരികങ്ങൾക്കിടയിലോ ഭ്രൂമധ്യം ഹൃദയത്തിലോനാഭിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2 രീതികളും ശക്തമാണ്. പക്ഷേ തുടക്കം ബാഹ്യത്രാടകത്തിലൂടെയായിരിക്കണം. കാരണം പുറമേയുള്ള ഒന്നിനെ നോക്കുന്നത് എളുപ്പമാണ്. ഉള്ളിലേക്ക് നോക്കുന്നതിനു മുമ്പ് പുറമേയുള്ള കാഴ്ചയിൽ വൈദഗ്ധ്യം നേടണം. ഏറ്റവും ലളിതവും ഫലപ്രദവുമായത് ജ്യോതിത്രാടകമാണ്. കാരണം ആ ജ്വാല ചലനാത്മകമാണത് നൃത്തം ചെയ്യുന്നു. അതിന് ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെ നോക്കുന്നത് എളുപ്പമാണ്. ജീവനില്ലാത്ത ഒന്നിനെ നോക്കുന്നത് പ്രയാസമാണ്. ആ വെളിച്ചം നിങ്ങളുടെ കണ്ണുകളെയും മനസ്സിനെയും ബോധത്തെയും ആകർഷിക്കുന്നു. വെളിച്ചത്തോടുള്ള ആകർഷണം സ്വാഭാവികമാണ്. ഒരു ഈയാമ്പാറ്റ പോലും വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ ബോധവും വെളിച്ചത്തിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരു മെഴുകുതിരി നാളം കൊണ്ട് തുടങ്ങുക. ഇരുട്ടുള്ള ഒരു മുറിയിലിരിക്കുക. 2-3 അടി അകലത്തിൽ ഒരു മെഴുകുതിരി കത്തിച്ചുവെക്കുക. ആ നാളം നിങ്ങളുടെ കണ്ണിന് നേരെയായിരിക്കണം. മുകളിലോ താഴെയോ ആകരുത്. നേരെയിരിക്കുക. നട്ടെല്ല് നിവർത്തി ശരീരം അനങ്ങാതെ വയ്ക്കുക. നോക്കാൻ തുടങ്ങുക. കണ്ണിമ ചിമ്മാതെ നോക്കുക. കണ്ണിമ ചിമ്മാതിരിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം കഴിയുമോ അത്രത്തോളം പിടിച്ചു നിൽക്കുക. തുടക്കത്തിൽ 15 മുതൽ 20 വരെ സെക്കൻഡിനുള്ളിൽ കണ്ണിൽ നിന്ന് വെള്ളം വരും. കണ്ണുകൾ നീറും. കണ്ണിമ തനിയെ ചിമ്മിപ്പോകും. സാരമില്ല, ചിമ്മിക്കോളൂ. പക്ഷേ ഉടൻ തന്നെ വീണ്ടും നോക്കാൻ തുടങ്ങുക. ആദ്യ ദിവസം 5 മിനിറ്റ് മാത്രം ചെയ്യുക. 2-ാം ദിവസം 7 മിനിറ്റ്, 3-ാം ദിവസം 10 മിനിറ്റ് എന്നിങ്ങനെ സമയം കൂട്ടിക്കൊണ്ടുവരിക. പിന്നീട് നിങ്ങൾക്ക് 20 മുതൽ 30 വരെ മിനിറ്റ് നേരം കണ്ണിമ ചിമ്മാതെ നോക്കാൻ സാധിക്കും. അന്ന് ആദ്യഘട്ടം പൂർത്തിയായി എന്ന് കരുതാം. പക്ഷേ ഇത് തുടക്കം മാത്രമാണ്. യഥാർത്ഥ ത്രാടകം ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. നിങ്ങൾ ദീർഘനേരം ആ നാളത്തെ നോക്കിയിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. ആ നാളത്തിനുള്ളിൽ നിങ്ങൾക്ക് നിറങ്ങൾ കാണാൻ തുടങ്ങും. നീല, പച്ച, ചുവപ്പ്, വയലറ്റ്, ചിലപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം. ഇത് നിങ്ങളുടെ തോന്നലല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ കണ്ണുകൾ സ്ഥിരമാകുമ്പോൾ സാധാരണഗതിയിൽ കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ നിറങ്ങൾ കാണാൻ തുടങ്ങും. ഈ നിറങ്ങൾ നിങ്ങളുടെ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല നിറം കാണുമ്പോൾ നിങ്ങളുടെ വിശുദ്ധി ചക്രം ഉണരുകയാണ്. പച്ച കാണുമ്പോൾ അനാഹത ചക്രം, ചുവപ്പ് കാണുമ്പോൾ മൂലാധാരം, വയലറ്റ് കാണുമ്പോൾ ആജ്ഞാചക്രം. അതുകൊണ്ട് ത്രാടക വെറുമൊരു കണ്ണിനുള്ള വ്യായാമമല്ല, ഇത് ചക്രങ്ങളെ ഉണർത്താനുള്ള വിദ്യയാണ്. ഇനി 2-ാം ഘട്ടം. നിങ്ങൾ പുറമേയുള്ള നാളം നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകൾ അടയ്ക്കുക.
അടച്ച കണ്ണുകൾക്ക് മുന്നിൽ ആ നാളത്തിന്റെ പ്രതിബിംബം കാണാൻ കഴിയും. ഈ ആന്തരിക ജ്വാലയെ നോക്കുക. ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് ആന്തരിക ത്രാടക. തുടക്കത്തിൽ ഈ പ്രതിബിംബം ഏതാനും സെക്കൻഡുകൾ മാത്രമേ നിൽക്കൂ, പിന്നെ അപ്രത്യക്ഷമാകും. സാരമില്ല, വീണ്ടും കണ്ണ് തുറന്ന് പുറമേയുള്ള നാളം നോക്കുക, പിന്നെ വീണ്ടും കണ്ണടച്ച് ഉള്ളിലെ നാളം നോക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ക്രമേണ ഉള്ളിലെ ജ്വാല കൂടുതൽ നേരം തെളിഞ്ഞു നിൽക്കും. ഒരു ദിവസം അത് പുറത്തെ നാളത്തേക്കാൾ കൂടുതൽ പ്രകാശമുള്ളതായി മാറും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും, പുറത്തെ വെളിച്ചം വെറുമൊരു പ്രതിബിംബം മാത്രമാണെന്നും യഥാർത്ഥ വെളിച്ചം ഉള്ളിലാണെന്നും. ഇനി കണ്ണുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അത് വെറും കാണാനുള്ള ഒരു യന്ത്രമല്ല. കണ്ണുകൾ മനസ്സിന്റെ ജനാലകളാണെന്ന് യോഗശാസ്ത്രം പറയുന്നു. നിങ്ങൾ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അയാളുടെ മനസ്സിനെയാണ് കാണുന്നത്. ഒരാൾ കള്ളം പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അയാൾക്ക് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയില്ല. കാരണം കണ്ണുകൾക്ക് കള്ളം പറയാൻ അറിയില്ല. വായ്ക്ക് മാത്രമേ കള്ളം പറയാൻ കഴിയൂ. ഒരാൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കവും ആഴവും ഉണ്ടാകും. ദേഷ്യം വരുമ്പോൾ കണ്ണുകൾ ചുവക്കുന്നു. കണ്ണുകൾ നിങ്ങളുടെ ആന്തരികാവസ്ഥയെ പുറത്തു കാണിക്കുന്നു. തിരിച്ചും ഇത് സത്യമാണ്. നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മനസ്സിനെയും നിയന്ത്രിക്കാം. ഇതാണ് ത്രാടകത്തിന്റെ അടിസ്ഥാനം. നിങ്ങളുടെ കണ്ണുകൾ ഒരു ബിന്ദുവിൽ സ്ഥിരമാകുമ്പോൾ മനസ്സും സ്ഥിരമാകുന്നു. ചിന്തകൾ നിൽക്കുന്നു, മനസ്സിന്റെ ചഞ്ചലത അവസാനിക്കുന്നു. കാരണം കണ്ണും മനസ്സും അത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾ ഓടുമ്പോൾ മനസ്സും ഓടും. കണ്ണുകൾ നിൽക്കുമ്പോൾ മനസ്സും നിൽക്കും. തിരക്കുള്ള ഒരു ചന്തയിൽ പോയി കണ്ണുകൾ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു നോക്കുമ്പോൾ മനസ്സിനും വലിയ അസ്വസ്ഥത അനുഭവപ്പെടും. എന്നാൽ ഒരിടത്ത് കണ്ണുകൾ ഉറപ്പിച്ചു നിർത്തിയാൽ മനസ്സ് ശാന്തമാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. കണ്ണുകൾക്ക് പിന്നിൽ പുരികങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ബിന്ദുവുണ്ട്. യോഗ ഇതിനെ ആജ്ഞാചക്രം എന്നും തന്ത്രശാസ്ത്രം മൂന്നാം കണ്ണ് എന്നും വിളിക്കുന്നു. സാധാരണഗതിയിൽ ഈ മൂന്നാം കണ്ണ് ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അത് തുറക്കുമ്പോൾ സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങും. പ്രഭാവലയങ്ങൾ, ഔറ, ഊർജ്ജമണ്ഡലങ്ങൾ, ഭാവി കാര്യങ്ങൾ, ദൂരെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രധാനം മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്നു എന്നതാണ്. നിങ്ങളുടെ യഥാർത്ഥ രൂപം നിങ്ങൾ കാണുന്നു. ത്രാടക എന്നത് ഈ മൂന്നാം കണ്ണ് തുറക്കാനുള്ള ഏറ്റവും നേരിട്ടുള്ള വഴിയാണ്. നിങ്ങൾ പുറമേയുള്ള വസ്തുവിലേക്ക് ത്രാടക ചെയ്യുമ്പോൾ രണ്ട് കണ്ണുകളിൽ നിന്നുമുള്ള രശ്മികൾ ഒരു ബിന്ദുവിൽ സംഗമിക്കുന്നു. അവിടെ നിന്ന് ഒരു മൂന്നാം രശ്മി ജനിക്കുന്നു. അത് ഉള്ളിലേക്ക് പോയി ആജ്ഞാചക്രത്തിൽ പതിക്കുന്നു. പതിവായ പരിശീലനത്തിലൂടെ ഈ രശ്മി അത് തുറക്കുന്നു. ഇതിന് സമയവും ക്ഷമയും കൃത്യമായ പരിശീലനവും ആവശ്യമാണ്. മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. പക്ഷേ നിങ്ങൾ പിന്മാറാതെ തുടരുകയാണെങ്കിൽ ഒരു ദിവസം ഇത് സംഭവിക്കും. അന്ന് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറും. ഇനി ത്രാടകത്തിന്റെ വിവിധ രീതികൾ പറഞ്ഞുതരാം. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും അനുയോജ്യം. ജ്യോതി ത്രാടക് ഏറ്റവും പ്രചാരമുള്ള രീതിയാണിത്. മെഴുകുതിരിയോ വിളക്കോ ഉപയോഗിച്ച് ഇത് ചെയ്യാം. സൂര്യോദയ സമയത്തോ അസ്തമയ സമയത്തോ സൂര്യനെ നോക്കിയും ഇത് ചെയ്യാം. ഉച്ചസമയത്ത് സൂര്യനെ നോക്കരുത്, കണ്ണിന് അപകടമാണ്. പൗർണമി ചന്ദ്രനെ നോക്കി ചെയ്യുന്ന ചന്ദ്രത്രാടക മനസ്സിനെ ശാന്തമാക്കാനും മൂന്നാം കണ്ണ് തുറക്കാനും വളരെ നല്ലതാണ്. ബിന്ദു ത്രാടക വെള്ളക്കടലാസിൽ ഒരു കറുത്ത ബിന്ദു വരച്ച് അതിനെ നോക്കുന്ന രീതിയാണിത്. വെളിച്ചം കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നവർക്ക് ഇത് ചെയ്യാം. കറുത്ത ബിന്ദു ശൂന്യതയെ സൂചിപ്പിക്കുന്നു. അത് നോക്കുമ്പോൾ മനസ്സും ശൂന്യമായി മാറും. യന്ത്ര ത്രാടക് ഓം ചിഹ്നമോ മറ്റേതെങ്കിലും പവിത്രമായ യന്ത്രങ്ങളോ നോക്കി ചെയ്യുന്ന രീതിയാണിത്. ഇതിലൂടെ ആ ചിഹ്നത്തിന്റെ ഊർജം നമ്മളിലേക്ക് എത്തുന്നു. മൂർത്തി ത്രാടക് ഇഷ്ടദൈവത്തിന്റെ വിഗ്രഹമോ ചിത്രമോ നോക്കി ചെയ്യുന്നത് ഭക്തിയും ഏകാഗ്രതയും ഒരേപോലെ വർദ്ധിപ്പിക്കുന്നു. ദർപ്പണ ത്രാടക് കണ്ണാടിയിൽ സ്വന്തം കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്ന രീതിയാണിത്. ഇത് ആഴത്തിലുള്ള ഒന്നാണെന്നാൽ കുറച്ച് പേടിപ്പെടുത്തുന്നതുമാണ്. ദീർഘനേരം നോക്കുമ്പോൾ സ്വന്തം മുഖം മാറുന്നതായി തോന്നും. പക്ഷേ ഭയപ്പെടരുത്, അതൊക്കെ സ്വാഭാവികമാണ്. ഒരു ദിവസം എല്ലാ മുഖംമൂടികളും അഴിഞ്ഞുവീണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങൾ കാണും. നാസാഗ്ര ത്രാടക മൂക്കിന്റെ അഗ്രത്തിൽ നോക്കുന്ന രീതിയാണിത്. ഇത് ബോധത്തെ ഉള്ളിലേക്ക് തിരിക്കുന്നു. ഭ്രൂമധ്യ ത്രാടക കണ്ണുകൾ അടച്ച് പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കുന്നത് മൂന്നാം കണ്ണ് തുറക്കാനുള്ള നേരിട്ടുള്ള വഴിയാണ്.
ഇതല്പം പ്രയാസകരമാണതുകൊണ്ട് ആദ്യം ബാഹ്യത്രാടക ശീലിച്ച ശേഷം ഇത് ചെയ്യുക. ഹൃദയത്രാടക കണ്ണടച്ച് ഹൃദയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്നേഹവും കരുണയും ഉണർത്താൻ സഹായിക്കുന്നു. നാഭീത്രാടകം നാഭിയിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ സ്വന്തം കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു. ഇത് നിങ്ങൾക്ക് വലിയ ശക്തി നൽകുന്നു. സമഷ്ടി ത്രാടക നീലാകാശത്തെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ വിശാലമാക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു രീതി തിരഞ്ഞെടുത്ത് കുറഞ്ഞത് 3 മാസമെങ്കിലും പരിശീലിക്കുക. ജ്യോതി ത്രാടക ഏറ്റവും പ്രചാരമുള്ള രീതിയാണിത്. മെഴുകുതിരിയോ വിളക്കോ ഉപയോഗിച്ച് ഇത് ചെയ്യാം. സൂര്യോദയ സമയത്തോ അസ്തമയ സമയത്തോ സൂര്യനെ നോക്കിയും ഇത് ചെയ്യാം. ഉച്ചസമയത്ത് സൂര്യനെ നോക്കരുത്, അത് കണ്ണിന് അപകടമാണ്. പൗർണമി ചന്ദ്രനെ നോക്കി ചെയ്യുന്ന ചന്ദ്രത്രാടക മനസ്സിനെ ശാന്തമാക്കാനും 3ാം കണ്ണ് തുറക്കാനും വളരെ നല്ലതാണ്. ബിന്ദു ത്രാടക വെള്ളക്കടലാസിൽ ഒരു കറുത്ത ബിന്ദു വരച്ച് അതിനെ നോക്കുന്ന രീതിയാണിത്. വെളിച്ചം കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നവർക്ക് ഇത് ചെയ്യാം. കറുത്ത ബിന്ദു ശൂന്യതയെ സൂചിപ്പിക്കുന്നു. അത് നോക്കുമ്പോൾ മനസ്സും ശൂന്യമായി മാറും. യന്ത്രത്രാടക ഓം ചിഹ്നമോ മറ്റേതെങ്കിലും പവിത്രമായ യന്ത്രങ്ങളോ നോക്കി ചെയ്യുന്ന രീതിയാണിത്. ഇതിലൂടെ ആ ചിഹ്നത്തിന്റെ ഊർജം നമ്മളിലേക്ക് എത്തുന്നു. മൂർത്തി ത്രാടക ഇഷ്ടദൈവത്തിന്റെ വിഗ്രഹമോ ചിത്രമോ നോക്കി ചെയ്യുന്നത് ഭക്തിയും ഏകാഗ്രതയും ഒരേപോലെ വർദ്ധിപ്പിക്കുന്നു. ദർപ്പണത്രാടക കണ്ണാടിയിൽ സ്വന്തം കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്ന രീതിയാണിത്. ഇത് ആഴത്തിലുള്ള ഒന്നാണെന്നാൽ കുറച്ച് പേടിപ്പെടുത്തുന്നതുമാണ്. ദീർഘനേരം നോക്കുമ്പോൾ സ്വന്തം മുഖം മാറുന്നതായി തോന്നും. പക്ഷേ ഭയപ്പെടരുത്തതൊക്കെ സ്വാഭാവികമാണ്. ഒരു ദിവസം എല്ലാ മുഖംമൂടികളും അഴിഞ്ഞു വീണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങൾ കാണും. നാസാഗ്ര ത്രാടക മൂക്കിന്റെ അഗ്രത്തിൽ നോക്കുന്ന രീതിയാണിത്. ഇത് ബോധത്തെ ഉള്ളിലേക്ക് തിരിക്കുന്നു. ഭ്രൂമധ്യ ത്രാടക കണ്ണുകൾ അടച്ച് പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കുന്നത് 3ാം കണ്ണ് തുറക്കാനുള്ള നേരിട്ടുള്ള വഴിയാണ്. ഇത് അല്പം പ്രയാസകരമാണതുകൊണ്ട് ആദ്യം ബാഹ്യ ട്രാതക് ശീലിച്ച ശേഷം ഇത് ചെയ്യുക. ഹൃദയത്രാടക കണ്ണടച്ച് ഹൃദയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്നേഹവും കരുണയും ഉണർത്താൻ സഹായിക്കുന്നു. നാഭി ത്രാടക നാഭിയിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ സ്വന്തം കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു. ഇത് നിങ്ങൾക്ക് വലിയ ശക്തി നൽകുന്നു. സമഷ്ടി ട്രാതക് നീലാകാശത്തെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ വിശാലമാക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു രീതി തിരഞ്ഞെടുത്ത് കുറഞ്ഞത് 3 മാസമെങ്കിലും പരിശീലിക്കുക. ഇനി ട്രാതകത്തിന്റെ ശാരീരിക ഗുണങ്ങൾ നോക്കാം. കാഴ്ചശക്തി വർദ്ധിക്കുന്നു. കണ്ണിന്റെ പേശികൾക്ക് ബലം ലഭിക്കുന്നു. ഏകാഗ്രത കൂടുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ലതാണ്. ഓർമ്മശക്തി കൂടുന്നു. ഉറക്കമില്ലായ്മ ഇൻസോംനിയ മാറുന്നു. കിടക്കുന്നതിനു മുമ്പ് 10 മിനിറ്റ് ഇത് ചെയ്യുന്നത് ആഴത്തിലുള്ള ഉറക്കം നൽകുന്നു. തലവേദനയും മൈഗ്രെയിനും കുറയ്ക്കുന്നു. മുഖത്തിന് തിളക്കവും പ്രസന്നതയും ലഭിക്കുന്നു. മാനസിക സമ്മർദ്ദം സ്ട്രെസ് കുറയുന്നു. ഇച്ഛാശക്തി വിൽ പവർ വർദ്ധിക്കുന്നു. ഉൾപ്രേരണ ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു. ആത്മവിശ്വാസം കൂടുന്നു. മാനസികമായ ഗുണങ്ങളും ഇതിലൂടെ ലഭിക്കുന്നു. ചിന്തകളെ നിയന്ത്രിക്കാനും നെഗറ്റീവ് ചിന്തകളെ മാറ്റാനും ഇതിലൂടെ സാധിക്കുന്നു. വൈകാരികമായ സന്തുലിതാവസ്ഥ ലഭിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൂടുന്നു. ക്രിയാത്മകത ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു. ലഹരികൾ ഉപേക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ദേഷ്യം കുറയുന്നു. മനസ്സിന് ആഴത്തിലുള്ള ശാന്തി ലഭിക്കുന്നു. ആത്മീയമായ നേട്ടങ്ങളാണ് ഏറ്റവും വലുത്. സാക്ഷിഭാവം ഉണരുന്നു. എല്ലാറ്റിനെയും വെറുമൊരു കാഴ്ചക്കാരനായി കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. കുണ്ടലിനി ശക്തി ഉണരാൻ ഇത് സഹായിക്കുന്നു. സമയബോധം ഇല്ലാതാകുന്നു. ഞാനെന്നും ലോകമെന്നുമുള്ള വേർതിരിവ് ഇല്ലാതാകുന്നു. ആത്യന്തികമായി ഇത് സമാധിയിലേക്ക് നയിക്കുന്നു. ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. സാവധാനം തുടങ്ങുകാദ്യമേ കൂടുതൽ സമയം ചെയ്യരുത്. നിർബന്ധിച്ച് ചെയ്യരുത്. കണ്ണ് വേദനിച്ചാൽ വിശ്രമിക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യുന്നത് ശീലമാക്കുക. വെറും വയറ്റിൽ ചെയ്യുന്നതാണ് നല്ലത്. ശുചിത്വമുള്ള സ്ഥലത്ത് ചെയ്യുക. ജ്യോതി അനങ്ങരുത്. നട്ടെല്ല് നേരെ വച്ചിരിക്കുക. ലഹരി ഉപയോഗിച്ച ശേഷം ഇത് ചെയ്യരുത്. കണ്ണിന് അസുഖമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ ചെയ്യുക. തുടക്കത്തിൽ കണ്ണിൽ നീറ്റൽ, മനസ്സലയുക, ഉറക്കം വരിക തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അവയെയെല്ലാം ക്ഷമയോടെ നേരിടുക. ഒരു തടസ്സവും നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. ത്രാട്ടകത്തിനെ വെറുമൊരു വ്യായാമമായി കാണാതെ ജീവിതശൈലിയായി മാറ്റുക. സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക.
പ്രകൃതിയെ ശ്രദ്ധയോടെ കാണുക. ഭക്ഷണം ബോധപൂർവം കഴിക്കുക. ഇതാണ് ത്രാടക ജീവിതശൈലി. നിങ്ങൾ പുറത്തെ ജ്വാലയെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ അണയാത്ത ജ്വാലയെയാണ് തിരയുന്നത്. ആ വെളിച്ചം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ യാത്ര ശുഭകരമാകട്ടെ.